മച്ചാൻ നമുക്ക് കിട്ടിയാണ്. കാശ്മീരിലത്തെ ഒരു വ്ളോഗറാണ്. പുള്ളിനെ കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ഹൗസ് ബോട്ടാണ്ട് കാണുന്നത്. ഇവിടെ തന്നെ നമുക്ക് ലോക്കല് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ റിട്ടേൺ ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റ് സീയിങ്ങിൻ്റെ ഭാഗമായിട്ട് പരിമഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നേക്കണേ. ഗാർഡനാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. അടിപൊളിടാ. ഇവിടെ തന്നെ നമുക്ക് ലോക്കല് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി കണ്ടില്ലേ, നമുക്കിപ്പോൾ താഴത്തേക്കുള്ള സ്റ്റെപ്പാണ്ട്. അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്താ ബ്യൂട്ടി നോക്കി. കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. താഴേക്കുള്ള വ്യൂ ഉണ്ടാ, അടിപൊളി കേട്ടാ. മോനെ ഹെലികോപ്റ്റർ. ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഉണ്ടായ ബ്ലോക്കാണ്ട് കാണുന്നത്. അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന റൂട്ടിൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് സാഫ്രോണൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. നമ്മൾ ഡാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഷാലിമാർ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡനുണ്ട് ഇവിടെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. മച്ചാൻ നമുക്ക് കിട്ടിയാണ്. കാശ്മീരിലത്തെ ഒരു വ്ളോഗറാണ്. പുള്ളിനെ കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ഒരു രക്ഷയിലിട്ട് ഇതിൻ്റെ അകത്തിൽ ഈ ഒരു ട്രീയുടെ അടിയിൽ നിന്നിട്ട് എടുത്ത ഫോട്ടോസില്ലേ, അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ നമുക്ക്. എന്തൊരു പ്രത്യേകതരം ഭംഗിയാണ് ഇതിൽ നേരിട്ട് കാണാൻ തന്നെ. അതിൽ പിക്ക് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ശരിക്കും നമ്മളൊരു യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോയ ആ ഒരു ഫീലായിരുന്നു. ഇവിടെ കാശ്മീർ വരുമ്പോൾ പോവേണ്ട
വേറൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ശിക്കാര റൈഡ്, ഡാൽ ലേക്കിൽ. അതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ എന്ന് ഞാൻ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാനിപ്പോൾ ഡാൽ ലേക്കിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ ബോട്ടിലേക്കാണ് പോകാൻ പോണേ. ഇതാണ് നമ്മളെ എടുക്കണം ബൈ. സെറ്റപ്പ് ഒക്കെ ഉണ്ടാ. നമ്മുടെ ഒരു പയ്യനാണ്ടാ കൂടെ വെച്ച് കിട്ടിയാ. ഞാൻ നമ്മൾ ഇത്ര നേരം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാ മച്ചാൻ കണ്ടില്ലേ, ആ ഹൗസ് ബോട്ടൊക്കെ കണ്ടില്ലേ. 5 crore 5 crore 5 കോടി രൂപയാണ് അതിൻ്റെ റേറ്റ്. ഓഫ് സീസണിലൊക്കെ 3000 രൂപയാണ് അതിൻ്റെ പെർ ഡേ. പിന്നെ സീസണിലാണെങ്കിൽ ഒന്നും പറയണ്ട, 5000 രൂപ. Tomorrow? Shikara night. Night, friend? Yeah. Tomorrow you are alone here? Tomorrow included. Tomorrow where are you going? Sitting hotel? My gift for you. Guys, gaidas banaye Sakibas Guard Soras per. तुझी मेरा सो एक सेकंड कर रहा है. നമുക്ക് കിടക്കാനൊക്കെ പറ്റൂട്ടാ. കിടക്കാം. എൻ്റെ ഇതിൽ 1 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ 1/2 മണിക്കൂറേ റൈഡ് എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാക്സിമം നിങ്ങളൊന്ന് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. വിൻ്ററിൽ നോക്കാൻ ശ്രമിക്കുക. വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ലേക്ക് മുഴുവൻ ഉണ്ടല്ലോ നല്ല സ്നോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കുള്ളൂ. നമ്മൾ വന്ന ഇച്ചിരി മാറിപ്പോയി. 1 2 3 4 5 7 8 0 13C 1 2 3 4 5. हाँ सही. इजा पार्किंग. നമുക്ക് ലൈവായിട്ട് ചായ കൊണ്ടുവന്നിട്ട് വരും. നമുക്ക് ചായ വേണമെങ്കിൽ മേടിക്കാം. ഇതൊക്കെ ഹൗസ് ബോട്ടാണ്ട് ഈ കാണുന്നത്. ഇതിനൊക്കെ 5 കോടി ഈ ഡാൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി 50 കിലോമീറ്ററാണ് ടോട്ടലി ഡാൽ ലേക്ക് മാത്രമായിട്ട് കിടക്കുന്നത്. ഓരോന്നിനും ഓരോ ഗാർഡ് നമ്പർ ഉണ്ട്. ആ ഗാർഡ് നമ്പറിലായിരിക്കുള്ളൂ. ഇപ്പോൾ പാക്കേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ ഗാർഡ് നമ്പർ നോക്കാം. ആ ഗാർഡ് നമ്പറിൽ നമുക്ക് പോവാം, നമുക്ക് അറ്റൻഡ് ചെയ്യാം. നോർമലി ഇത് 200 രൂപ എങ്ങാണ്ടുമാണ്. പക്ഷെ ഞങ്ങൾ പാക്കേജ് ആയ കാരണം നമുക്കതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ ചെയ്ത് തന്നെയാണ്.
ശരിക്കും ഡാൾ ലേക്കിൽ നൈറ്റ് ഞാനൊന്ന് വന്നപ്പോൾ പോയതാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ, ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നൈറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതേപോലെ പകലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ചിക്കാറയുടെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നൈറ്റൊക്കെ പിടിക്കാൻ നോക്കുക, നൈറ്റ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ വിൻ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, ഒരു നവംബർ ലാസ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു. എനിക്ക് അവിടെ നിന്ന് 5:10 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബോർഡിംഗ് ബാഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം വീട്ടുകാരെയൊക്കെ പിരിച്ച് നിന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ എൻ്റെ ഈ യാത്രയിൽ എനിക്കൊരുപാട് നല്ല എക്സ്പീരിയൻസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത സ്നോ എനിക്ക് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സോളോ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.